പ്രേക്ഷകർക്ക് KMS ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കയ്യാങ്കളിക്കൊടുവിൽ പളനിസ്വാമി സർക്കാർ വിശ്വാസ വോട്ട് നേടി. 122 അംഗങ്ങളാണ് പളനിസ്വാമിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത്. വോട്ടെടുപ്പ് നടന്നത് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ. ഉലമ സമ്മേളനത്തിന് താജുൽ ഉലമ നഗറിൽ ഒരുക്കം തുടങ്ങി. ആഘോഷപ്പൊലിമയിൽ പന്തലിന് കാൽനാട്ടി. ബഹുജന സമ്മേളനം മാർച്ച് 5-ന്. മൗലീം സമ്മേളനങ്ങൾ തിങ്കളാഴ്ച ആരംഭിക്കും. റേഷൻ പ്രതിസന്ധിയിൽ കേരളം രാഷ്ട്രീയം മറന്ന് ഒന്നിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമസ്ത ഉലമാ സമ്മേളനത്തിന്റെ ഭാഗമായി SMA ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന നവോത്ഥാന സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം. അറബി ഭാഷാ രംഗത്ത് മികച്ച സേവനം നൽകുന്നവർക്ക് ലഭിക്കുന്ന സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവാർഡ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക്. പാകിസ്ഥാനിലേക്ക് ബസ്സുമായി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന സംഘ് പരിവാർ നേതാക്കളുടെ നിലപാടിനെ പരിഹസിച്ചാണ് പരിപാടി. വിശദമായ വാർത്തകളിലേക്ക്. കയ്യാങ്കളിക്കൊടുവിൽ പ്രതിപക്ഷമില്ലാതെ തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി പളനിസ്വാമി വിശ്വാസ വോട്ട് നേടി. 122 അംഗങ്ങളാണ് വിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചത്. പനീർശെൽവം പക്ഷത്തെ 11 പേർ എതിർത്ത് വോട്ട് ചെയ്തു. DMK അംഗങ്ങളെ സ്പീക്കർ പുറത്താക്കി. കോൺഗ്രസും IUMLന്റെ ഏക പ്രതിനിധിയും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു. സഭയിൽ കയറി പോലീസ് തങ്ങളെ കയ്യേറ്റം ചെയ്തതായി ആരോപിച്ച് ഗവർണർക്ക് രേഖാമൂലം പരാതി നൽകുമെന്ന് DMK അറിയിച്ചതിനാൽ ഇക്കാര്യത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാകും. രാവിലെ 11 മണിക്ക് സഭ ആരംഭിച്ചപ്പോൾ തന്നെ വോട്ടെടുപ്പിന് രഹസ്യ ബാലറ്റ് വേണമെന്ന ആവശ്യം പനീർശെൽവവും സ്റ്റാലിനും ഉന്നയിച്ചു. എന്നാൽ സ്പീക്കർ അത് അംഗീകരിച്ചില്ല. തുടർന്ന് ജനാധിപത്യ സംവിധാനത്തെ സ്പീക്കർ അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് DMK അംഗങ്ങൾ പ്രതിഷേധമുയർത്തി. ബഹളം അതിരുവിട്ടപ്പോൾ 1 മണിവരെ സഭ നിർത്തിവച്ച് സ്പീക്കർ മുറിയിലേക്ക് മടങ്ങി. പക്ഷേ പ്രതിഷേധം തുടർന്ന DMK അംഗങ്ങൾ സ്പീക്കറുടെ കസേരയും മൈക്കും തകർത്തു. അതോടെ വോട്ടെടുപ്പ് നടക്കുമോ എന്നതിൽ അനിശ്ചിതത്വമുയർന്നു. 1 മണിക്ക് വീണ്ടും സഭ ചേർന്നപ്പോൾ താൻ അപമാനിതനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ തുടങ്ങിയത്. സഭാചട്ടങ്ങൾ ലംഘിച്ച DMK MLAമാരെ അദ്ദേഹം പുറത്താക്കുകയും ചെയ്തു. പക്ഷേ സഭ വിടാൻ അംഗങ്ങൾ തയ്യാറായില്ല. നടപടികൾ തുടരാൻ നിവൃത്തിയില്ലാതായതോടെ സ്പീക്കർ സഭ വീണ്ടും 3 മണി വരെ നിർത്തി. അതിനിടയിൽ ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയ സ്പീക്കർ DMK അംഗങ്ങളെ ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ നിർദ്ദേശിച്ചു. സഭയ്ക്കകത്ത് കടന്ന പോലീസ് ബലപ്രയോഗത്തിലൂടെ സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കളെ പുറത്താക്കി. DMK അംഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസും സഭ വിട്ടു. കീറിപ്പറഞ്ഞ വസ്ത്രവുമായി പുറത്തെത്തിയ സ്റ്റാലിൻ സ്പീക്കർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. കാര്യങ്ങൾ ഗവർണറെ ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താൻ അപമാനിതനായെങ്കിലും കടമ നിറവേറ്റാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞ സ്പീക്കർ വോട്ടെടുപ്പിലേക്ക് കടന്നു. 6 ബ്ലോക്കായിരുന്ന MLAമാരിൽ 122 പേരും പളനിസ്വാമി സർക്കാരിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഇതോടെ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് പളനിസ്വാമി സർക്കാർ വിശ്വാസ വോട്ട് നേടി അധികാരമുറപ്പിച്ചു. വിജയം നേടിയ പളനിസ്വാമി മറീന ബീച്ചിലെ MGR സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയാണ് മടങ്ങിയത്. മുസ്ലിം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുവർണരേഖയായി മാറുന്ന സമസ്ത ഉലമാ സമ്മേളനത്തിന് താജുൽ ഉലമ നഗറിൽ ഒരുക്കങ്ങൾ തുടങ്ങി. മാർച്ച് 3, 4, 5 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിലെ പ്രതിനിധികൾക്കായി സജ്ജീകരിക്കുന്ന പടുകൂറ്റൻ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ആഘോഷപൂർണമായ അന്തരീക്ഷത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തുന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് 3 ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിന് ഒത്തുകൂടാനുള്ള പ്രധാന ഓഡിറ്റോറിയം, നിസ്കാരത്തിനും വിശ്രമത്തിനുമായുള്ള അനുബന്ധ ഹാൾ, പാചകപ്പുര, ഓഫീസ് സമുച്ചയം, ഹെൽത്ത് സെന്റർ, കമേഴ്സ്യൽ കോംപ്ലക്സ്, പോലീസ് ഫയർഫോഴ്സ് എയ്ഡ് പോസ്റ്റ്, മീഡിയ സെന്റർ, VIP ലോഞ്ച് തുടങ്ങിയവയാണ് നഗരിയിൽ ഒരുങ്ങുന്നത്. അലൂമിനിയം സ്ട്രക്ചറിലുള്ള ജർമ്മൻ ടെന്റാണ് കോഴിക്കോട് തൃശൂർ ദേശീയ പാതയോട് ചേർന്ന പുഴക്കൽ പാടത്തെ വിശാലമായ താജുൽ ഉലമ നഗരിൽ സജ്ജീകരിക്കുന്നത്. ഉലമ സമ്മേളനത്തിന്റെ ഭാഗമായ ബഹുജന സമ്മേളനം 5-ന് ഞായറാഴ്ചയിലേക്ക് മാറ്റി. നേരത്തെ ഇത് മാർച്ച് 3-ന് നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പുതുക്കിയ കാര്യപരിപാടിയനുസരിച്ച് 3-ന് വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും നവോത്ഥാന സമ്മേളനവും നടക്കും. 4, 5 തീയതികളിലാണ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉലമ സമ്മേളനം. 5-ന് വൈകിട്ട് 4 മണിക്ക് ബഹുജന സമ്മേളനം ആരംഭിക്കും. സമസ്ത നേതാക്കൾക്കു പുറമെ മന്ത്രിമാർ, വിദേശ പ്രതിനിധികൾ, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും.
കേന്ദ്രത്തിൽ അധികാരം പിടിച്ച പൊതുതെരഞ്ഞെടുപ്പ് മുതൽ ബിജെപിക്ക് ഒരേയൊരു മുഖമേയുള്ളൂ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. പ്രജാപതിയെന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും തലയിരിക്കുമ്പോൾ വാലാടേണ്ടെന്ന പ്രകൃതമാണ് മോദിയുടേതെന്നാണ് പ്രധാന ആക്ഷേപങ്ങളിലൊന്ന്. പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ മോദി തന്നെയായിരുന്നു ബിജെപിയുടെ പ്രധാന പ്രചാരകൻ. എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിൽ പക്ഷേ പ്രചാരണത്തിനെത്തിയ മോദിക്ക് അത്ര നല്ല സ്വീകരണമല്ല ലഭിച്ചത്. കന്നൌജിൽ അടുത്തിടെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തപ്പോഴായിരുന്നു മോദിക്കും ബിജെപിക്കുമെതിരായ പൊതുവികാരമുയർന്നത്. നരേന്ദ്രമോദി മുർദാബാദ് എന്ന പ്രതിഷേധ സ്വരവുമായി ജനക്കൂട്ടം മോദിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. മുദ്രാവാക്യം വിളി നിർത്തി നിശബ്ദരാകാൻ ആദ്യം മോദി അഭ്യർത്ഥിച്ചെങ്കിലും ജനക്കൂട്ടം വകവെച്ചില്ല. ഇതോടെ അസ്വസ്ഥനായ മോദി എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ജനക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ട്. ഏതായാലും മോദിക്കെതിരെ പൊതുവികാരത്തിന്റെ ഈ വീഡിയോ നവമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. मेरी आपसे प्रार्थना है, आप थोड़ी शांति रखिए. इस सज्जन को क्या तकलीफ है भाई? क्या तकलीफ है इनको? മോദിയുടെ പ്രസംഗം തത്സമയം ദേശീയ ചാനലുകൾ സംപ്രേഷണം ചെയ്തെങ്കിലും പ്രധാനമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിന്റെ സ്വരം ആരും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഉത്തർപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നേരിടാൻ തീരുമാനിച്ചത് ബിജെപിക്ക് തിരിച്ചടിയായിരുന്നു. കോഴിക്കോട് മുക്കം ബസ് സ്റ്റാൻഡിൽ പാകിസ്ഥാനിലേക്കൊരു ബസ്. ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന സംഘ് പരിവാർ നേതാക്കളുടെ നിലപാടിനെ പരിഹസിച്ച് ഡിഎഫ്ഐയാണ് പാകിസ്ഥാനിലേക്കൊരു ബസ് എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. വൈകിട്ട് 5 മണിയോടെയാണ് പാകിസ്ഥാൻ ബോർഡ് വെച്ച ബസ് മുക്കത്തെത്തിയത്. ബസ്സിലേക്ക് യാത്രക്കാരെ വിളിച്ചു കയറ്റാൻ തുടങ്ങി. പിന്നീട് കുറച്ച് ചെറുപ്പക്കാരെത്തി ബസ്സിൽ വിളിച്ചു കയറ്റുന്നയാളെ ചോദ്യം ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധമാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. ന്യൂനപക്ഷങ്ങളോടുള്ള സംഘപരിവാർ അജണ്ടയ്ക്കെതിരെയുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമായിരുന്നു പരിപാടി. എംടിയുടെയും കമലിന്റെയുമൊക്കെ ഫ്ലക്സ് ബോർഡ് വെച്ചായിരുന്നു ബസ് എത്തിയത്. റേഷൻ പ്രതിസന്ധിയിൽ കേരളം രാഷ്ട്രീയം മറന്ന് ഒന്നിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണം. ജനകീയ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നിക്കാൻ ബിജെപിയും കോൺഗ്രസും തയ്യാറാകണം. സർവകക്ഷി സമവായം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രക്ഷോഭം ഏറ്റെടുക്കാൻ ഇടതുമുന്നണി ഒരുക്കമാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടതുമുന്നണിയുടെ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവകക്ഷികൾ എന്നുള്ള നിലയിൽ എല്ലാ കക്ഷികളും ഒന്നിച്ചു ചേർന്ന് ഒരു പോരാട്ടം നടത്താൻ സന്നദ്ധമാണെങ്കിൽ ഞങ്ങൾ അവരുമായി സഹകരിക്കാൻ തയ്യാറാണ്. കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് റിസർച്ച് ചെയ്യുകയാണ് പ്രധാനമന്ത്രിയെന്ന് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. കേരളം ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ല, അവകാശമാണെന്നും VS പറഞ്ഞു. നമുക്ക് അർഹതപ്പെട്ട റേഷൻ തന്നെ മതിയാകൂ, അത് വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത്. മുന്നണി നേതാക്കളും ജനപ്രതിനിധികളും പ്രതിഷേധത്തിൽ അണിനിരന്നു. അറബി ഭാഷാ രംഗത്ത് മികച്ച സേവനം നൽകുന്നവർക്ക് മഅദിൻ അക്കാദമി നൽകുന്ന സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവാർഡ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക്. അറബി ഭാഷാ പഠനരംഗത്തും പ്രചാരണ മേഖലയിലും നൽകിയ സേവനം പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് മഅദിൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവുമടങ്ങിയ അവാർഡ് ഈ മാസം 23-ന് നടക്കുന്ന പരിപാടിയിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി എന്നിവർ ചേർന്ന് സമ്മാനിക്കും. AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ചിത്താരി ഹംസ മുസ്ലിയാർ, കോടമ്പുഴ ബാവ മുസ്ലിയാർ തുടങ്ങിയവർക്കാണ് മുൻ വർഷങ്ങളിൽ സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവാർഡ് ലഭിച്ചത്. വാർത്താസമ്മേളനത്തിൽ ഇബ്രാഹിം ബാക്കവി മെൽമുറി, പരി മുഹമ്മദ്, ദുൽഫക്കാർ അലി സഖാഫി, പറവൂർ കുഞ്ഞു മുഹമ്മദ് സഖാഫി, ഖാലിദ് സഖാഫി, സുലാത്ത് നഗർ തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരളീയ പരിസരം പ്രമേയത്തിൽ മാർച്ച് 3, 4, 5 തീയതികളിൽ തൃശൂർ താജുൽ ഉലമ നഗറിൽ നടക്കുന്ന സമസ്ത ഉലമാ സമ്മേളനത്തിന്റെ ഭാഗമായി സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ സമ്മേളനങ്ങൾ സജീവമാകുന്നു. ഈ മാസം 20-ന് തിങ്കളാഴ്ച മലപ്പുറം മഅദിനിൽ ഉച്ചയ്ക്ക് 2-ന് SJM ജില്ലാ പ്രസിഡന്റ് KPH തങ്ങളുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി വിഷയാവതരണം നടത്തും. 21-ന് 2 മണിക്ക് കണ്ണൂർ അൽ-അബ്റാറിൽ SJM ജില്ലാ പ്രസിഡന്റ് KP കമാലുദ്ദീൻ മൗലവിയുടെ അധ്യക്ഷതയിൽ സമസ്ത ജില്ലാ സെക്രട്ടറി PP അബ്ദുൽ ഹക്കീം സയദി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് അലി സഖാഫി വള്ളിയാട് വിഷയാവതരണം നടത്തും. 22-ന് ഉച്ചയ്ക്ക് 2-ന് കാലിക്കറ്റ് ടവറിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ സമ്മേളനം SJM ജില്ലാ പ്രസിഡന്റ് CM യൂസുഫ് സഖാഫിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. റഹ്മത്തുള്ള സഖാഫി അളമരം വിഷയാവതരണം നടത്തും.
കേരള മുസ്ലിം ജമാഅത്ത്, SYS, SMA, SSF പ്രതിനിധികൾ പങ്കെടുക്കും. മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരളീയ പരിസരം എന്ന ശീർഷകത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാർച്ച് 3, 4, 5 തീയതികളിൽ തൃശൂർ താജുൽ ഉലമ നഗറിൽ സംഘടിപ്പിക്കുന്ന ഉലമ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിൽ മുഴുവൻ ഉമറാക്കളെയും പങ്കെടുപ്പിച്ച് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA നടത്തുന്ന ജില്ലാ നവോത്ഥാന സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവും. പുതിയ സാഹചര്യത്തിൽ ഇസ്ലാമിക ദഅവത്ത് കേരളത്തിലും ഇന്ത്യയിലും സാധ്യമാക്കുന്നതിന്റെ പുതിയ മാനങ്ങൾ തേടുന്ന ഉലമാ സമ്മേളനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കാനും ഉലമാ സമ്മേളനത്തിന്റെ സന്ദേശം ഉമറാക്കളിലൂടെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുമാണ് നവോത്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രസ്ഥാനം, സംഘാടനം, നേതൃത്വം, ഉമറാക്കൾ, ദീനിന്റെ ശക്തി എന്നിങ്ങനെ 2 സെഷനുകളായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര, ജില്ലാ മുശാവറ അംഗങ്ങൾ, സംഘടനാ നേതാക്കൾ, പൊതുകാര്യ പ്രസക്തരായ ഉന്നതർ സംബന്ധിക്കും. ഇന്ത്യൻ ചരിത്രം വളച്ചൊടിച്ചും പാരമ്പര്യത്തെ തിരസ്കരിച്ചും തങ്ങൾക്കനുഗുണമായ രാഷ്ട്രീയാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള പദ്ധതി നടപ്പാക്കുകയാണ് സംഘപരിവാറെന്ന് SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് നരിക്കോട് പറഞ്ഞു. ഈ കാലമത്രയും ഗാന്ധിജിയെ പ്രതീകവത്കരിച്ച് രൂപപ്പെടുത്തിയ മൂല്യങ്ങൾ ഒരു സങ്കോചവുമില്ലാതെ വലിച്ചെറിഞ്ഞ് ഗാന്ധിക്ക് പകരം മറ്റു ചിലരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഒപ്പം നിൽക്കാത്ത കലാകാരന്മാരെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയാണ്. അരനൂറ്റാണ്ട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു ജനപ്രതിനിധിയുടെ മൃതദേഹത്തെ അപമാനിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത അഹങ്കാരം അവർ കൈവശപ്പെടുത്തി. ഇതെല്ലാം സംഭവിക്കുമ്പോഴും രാഷ്ട്രം ഒന്നടങ്കം ഭയപ്പെടുത്തുന്ന നിസ്സംഗതയാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് ഫാസിസം വളമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വായനയിലൂടെയും ചരിത്രാന്വേഷണങ്ങളിലൂടെയും രാഷ്ട്രീയ ഭീരുത്വത്തെ തുരത്താൻ വിദ്യാർത്ഥികൾ കരുത്താർജിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ 102 ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഇൻക്വിലാബിന്റെ ഭാഗമായി വേങ്ങരയിൽ നടന്ന സംഗമത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ മുഴുവൻ ഡിവിഷനുകളിലും ഇൻക്വിലാബ് നേതൃപര്യടനം പൂർത്തിയായി. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.